ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പത്മനാഭപുരം പാലസ് വരെ ഒന്ന് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു 10 മണി ആകാറായി. ഒരു 12:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. ഇടയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിനുള്ളിൽ അങ്ങനെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. കൊട്ടാരത്തിനടുത്തുള്ള റോഡിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാർക്കിംഗ് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരുന്നു. കൊട്ടാരത്തിന് കുറച്ച് മുന്നിലായിട്ട് ശ്രീ കുലശേഖര പിള്ളയാർ എന്നൊരു അമ്പലം നമുക്ക് കാണാം. കൊട്ടാരത്തിന് മുന്നിലുള്ള റോഡിന് ഇരുവശവും ഒരുപാട് വഴിയോര കടകളും കാണാം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിന്റെ എൻട്രൻസിലെത്തി. എൻട്രൻസിൽ തന്നെ വിശാലമായൊരു മുറ്റം നമുക്ക് കാണാൻ സാധിക്കും. തടിയിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമാണിത്. മുൻപ് കൽക്കുളം കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട് ജില്ലയിലാണെങ്കിലും ഇതിൻ്റെ അവകാശവും നിയന്ത്രണവും എല്ലാം ഇപ്പോഴും കേരളത്തിന് തന്നെയാണ്. 6 ഏക്കറിലായിട്ടാണ് കൊട്ടാരം വ്യാപിച്ചു കിടക്കുന്നത്. വിശാലമായ മുറ്റത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. രാജഭരണകാലത്ത് നാണയങ്ങൾ അച്ചടിച്ചിരുന്നത് ഇവിടെയാണ്. ടിക്കറ്റ് റേറ്റിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഇനി ഫോറിനേഴ്സ് ആണെങ്കിൽ മുതിർന്നവർക്ക് 500 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ്. മൊബൈൽ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നതിന് എക്സ്ട്രാ നമ്മൾ 10 റുപ്പീസ് പേ ചെയ്യണം. ഇനി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ 250 രൂപയും പ്രൊഫഷണൽ വീഡിയോയ്ക്ക് 2000 രൂപയും എക്സ്ട്രാ പേ ചെയ്യണം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4:30 വരെയുമാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ചെരുപ്പ് കൊട്ടാരത്തിനുള്ളിൽ അലൗഡ് അല്ല. അതൊക്കെ വിശാലമായ മുറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേസ് ഉണ്ട്, അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. വിശാലമായ മുറ്റത്ത് നിന്ന് നമ്മൾ നടന്നു കയറുന്നത് നടമാളികയിലേക്കാണ്. പടിപ്പുര വാതിലിലൂടെ അകത്തേക്ക് കടന്നാൽ പൂമുഖ മാളികയിലെത്തും. നടയ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ദീർഘചതുരാകൃതിയിലുള്ള ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പൂമുഖ മാളികയുടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ മണിമേടയിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ക്ലോക്ക് കാണാം. ഇതാണ് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ പൂമുഖം. കൊട്ടാരത്തിലെത്തുന്ന അതിഥികളെ രാജാവ് സ്വീകരിച്ചിരുന്ന സ്ഥലമാണിത്. നീളൻ കരിങ്കൽ തൂണുകളിലാണ് പൂമുഖം താങ്ങി നിർത്തിയിട്ടുള്ളത്. ചൈനയിൽ നിന്ന് വന്ന സഞ്ചാരികൾ സമ്മാനിച്ച ചീന കസേരയും കരിങ്കല്ലിൽ തീർത്ത ഒരു കട്ടിലും ഇവിടെയുണ്ട്. പൂമുഖത്ത് നിന്നും കുത്തനെയുള്ള ഈ പടികൾ ചെന്ന് കയറുന്നത് മന്ത്രശാലയിലേക്കാണ്. ഇവിടെ മന്ത്രമെന്ന് പറഞ്ഞാൽ രാജ്യഭരണമാണ്. മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ചൈനീസ് മാതൃകയിലാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് 11 കിളിവാതിലുകളും ഉണ്ട്. മന്ത്രശാലയിൽ നിന്നും പടികൾ ഇറങ്ങി മുന്നോട്ട് നടന്നാൽ നമ്മൾ നേരെ ചെല്ലുന്നത് വിശാലമായ ഊട്ടുപുരയിലേക്കാണ്. മുകളിലത്തെയും താഴത്തെയും നിലകളിൽ 1000 പേർക്ക് വീതം ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഊട്ടുപുര മാളിക നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ സദ്യയ്ക്ക് ഉപയോഗിച്ചിരുന്ന വലിയ ചീന ഭരണികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഊട്ടുപുരയിൽ നിന്ന് പടികൾ ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് തായ് കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരത്തിൽ ആദ്യം പണികഴിപ്പിച്ച മാളികയാണിത്. 16-ാം നൂറ്റാണ്ടിൽ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാൾ നിർമ്മിച്ചതാണ് തായ് കൊട്ടാരം. തടിയിൽ തീർത്ത കൊത്തുപണികളുടെ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത കന്നിമൂല തൂണാണിത്. നല്ല മിനുസമുള്ള തറയാണ് തായ് കൊട്ടാരത്തിനുള്ളത്. തായ് കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നടന്നെത്തുന്നത് മധ്യഭാഗത്തെ മുറ്റത്തിന് ചുറ്റും 9 മുറികളുള്ള ഒരു 4 കെട്ടിലേക്കാണ്. ജനലുകൾക്ക് പകരം തടിയിൽ തീർത്ത അഴികളാണ് കൊട്ടാരത്തിനുള്ളിലുള്ളത്. കനമുള്ള തടിയിൽ തീർത്ത വാതിലുകൾ നമുക്ക് എവിടെയും കാണാം. അടുത്ത പടികൾ ചെന്ന് കയറുന്നത് മഹാരാജാവിന്റെ പള്ളിയറയിലേക്കാണ്. തടിയിൽ തീർത്ത സപ്രമഞ്ചക്കട്ടിലാണ് ഇവിടെ ഉള്ളത്. 64 ഔഷധ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ചാണ് ഈ കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് ഈ കട്ടിൽ. ഇനി അടുത്ത കുത്തനെയുള്ള പടികൾ ചെന്ന് കയറുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകൾ താമസിച്ചിരുന്ന റൂമിലേക്കാണ്. ഇത് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് റൂമാണ്. ലോഹത്തിൽ തീർത്ത വലിയ നിലക്കണ്ണാടികൾ 2 ചുവരിലായി ഉറപ്പിച്ചിരിക്കുന്നു. അവിടെയെല്ലാം ധാരാളം ചിത്രപ്പണികളും കാണാം. ഈ വരാന്തയിലൂടെ നമ്മൾ എത്തുന്നത് അമ്മ മഹാറാണിയുടെ റൂമിലേക്കാണ്. നിറയെ കൊത്തുപണികളോട് കൂടിയ പിത്തള പതിപ്പിച്ച കട്ടിൽ നമുക്കിവിടെ കാണാം. ഇടനാഴി ചെന്ന് കയറുന്നത് റോയൽ ഓഫീസിലേക്കാണ്. ഇതാണ് പന്തടിക്കളം മാളിക. ഈ ഇരുനില കെട്ടിടം ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഇതിന്റെ താഴത്തെ നില തുല്യ വലിപ്പമുള്ള 11 അറകളായി തിരിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന തേവാരക്കെട്ടിലേക്കുള്ള ഒരു കവാടമായി മധ്യ അറ പ്രവർത്തിച്ചിരുന്നു.
മുകൾ നില വിശാലമായൊരു ഹാളാണ്. ഈ നീണ്ട ഇടനാഴിയിലുടനീളം തിരുവിതാംകൂറിനെ കുറിച്ചുള്ള ചരിത്ര ചിത്രങ്ങളുടെ ഒരു ഗാലറി തന്നെയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ട 10 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. തൃപ്പടിദാനം, കുളച്ചൽ യുദ്ധത്തിൽ ഡി ലനവ് രാജാവിന് കീഴടങ്ങുന്നതും ടിപ്പുവിന്റെ പരാജയം, ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ചരിത്ര ചിത്രങ്ങൾ. ഈ മാളികയുടെ നീണ്ട ഇടനാഴി അവസാനിക്കുന്നത് ഇന്ദ്രവിലാസത്തിലേക്കാണ്. കൊട്ടാരം സന്ദർശിക്കുന്ന ഫോറിൻ ഗസ്റ്റുകൾക്കുള്ള ഗസ്റ്റ് ഹൗസായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു. ഫോറിൻ ഗസ്റ്റുകളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൊളോണിയൽ ശൈലിയിലുള്ള പരമ്പരാഗത കേരള വാസ്തുവിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാളിക കഴിഞ്ഞു വരുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിലൂടെ മുന്നോട്ട് പോയാൽ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയി വല്ലതും കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം. ഈ ക്യാൻറ്റീനിന് മുൻവശവും അത് കഴിഞ്ഞ് മുന്നിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നന്നായിട്ട് കേരള സർക്കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. കൊട്ടാരത്തിന്റെ ഒരുപാട് മുറികളിൽ ബാത്റൂം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ കൊട്ടാരം കാണാനായി ഡെയിലി വരുന്നുണ്ട്. തിങ്കളാഴ്ചയും പബ്ലിക് ഹോളിഡേയ്സിലും കൊട്ടാരത്തിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതല്ല. കൊട്ടാരത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഭാഗമാണ് ഈ നവരാത്രി മണ്ഡപം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രശസ്തരായ കലാകാരന്മാർ സരസ്വതി ദേവിയുടെ മുമ്പാകെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. രാജകുടുംബാംഗങ്ങൾ തന്നെ കലാ, നൃത്തം, സംഗീതം എന്നിവയിൽ വലിയ പ്രാവീണ്യമുള്ളവരായിരുന്നു. പ്രകടന ഹാളിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് താമസിക്കാൻ പ്രത്യേകം നിർമ്മിച്ച ഒരു മരത്തടി അറ കാണാം. അവർക്ക് ആരുടെയും ശല്യം കൂടാതെ ഇവിടെ ഇരുന്ന് പ്രകടനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. കാലപ്പഴക്കം കാരണം കൊട്ടാരത്തിന്റെ ചില മാളികകൾ ഓപ്പൺ ചെയ്ത് കാണിക്കാറില്ല. ഇനി കൊട്ടാരത്തിന്റെ കുളപ്പുരയിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് മുറികളും സൗകര്യങ്ങളുമുള്ള 2 നിലയിലായിട്ടുള്ള കുളപ്പുരയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അടുക്കളയും വരുന്നത്. വെള്ളം ശേഖരിച്ചു വെക്കുന്ന തരത്തിലുള്ള കൽക്കെട്ടുകളുണ്ട്, ഇത്തരത്തിലുള്ള അടുപ്പുകളുണ്ട്, ഉഴലുകളുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. മരത്തിൽ തീർത്ത ശില്പങ്ങൾ, ശിലാപ്രതിമകൾ, ശിലാലിഖിതങ്ങൾ, ചെമ്പ് തകിടുകൾ, പഴയ നാണയങ്ങൾ, പുരാതന ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, വാളുകൾ, ചുവർ ചിത്രങ്ങളുടെ പകർപ്പുകൾ എന്നിവയാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ കൊട്ടാരമൊക്കെ ഫുൾ കണ്ടിറങ്ങി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊട്ടാരം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്